നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ പോലെ ഞാൻ മാത്രമാവില്ലെന്ന് എന്റെ വിശ്വാസം. മിക്ക കുടുംബത്തിലും കാണും എന്നെ പോലൊരാൾ. ഡോക്ടർ പറയുന്നൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല. ഈ പ്രശ്നം കൂടി ഒന്ന് കരിക്കെത്തിച്ചിട്ട് ഉടനെ ഞാൻ സച്ചേട്ടനും കൂട്ടി വരാം. ഇനിയിപ്പോ അതിനധികം താമസമൊന്നും ഉണ്ടാവില്ല. ശരി, അർച്ചനയുടെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ. ഡോക്ടർ ഇത് പറഞ്ഞത് വഴക്കായിട്ടാണോ അതോ? തന്റെ സച്ചിയുടെ മാനസിക സന്തോഷവും ഫ്രീ ആയിട്ടുള്ള മൈൻഡും ഉണ്ടെങ്കിലേ ട്രീറ്റ്മെന്റ് സക്സസ് ആവും. ഏതായാലും അർച്ചന സ്നേഹയുടെ കാര്യത്തിനായി ഇറങ്ങി തിരിച്ചു. ഇനി അതില് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി. താങ്ക്സ് ഡോക്ടർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഡോക്ടർക്ക് ഡ്യൂട്ടി ഉണ്ടോ ഇന്ന്? ഇല്ല, ഞാൻ ഫ്രീയാ. എന്താ? പിന്നെ ഇപ്പൊ പോവാതിരുന്നൂടെ? ഡോക്ടറിനോട് സംസാരിക്കുമ്പോഴാ കുറച്ചെങ്കിലും ഒന്ന് ആശ്വാസം കിട്ടുന്നത്. അതാ. ശരി, ഞാൻ തന്നോടൊപ്പം ഇരിക്കാം. ഇനി വൈകിട്ടേ പോകുന്നുള്ളൂ, പോരെ? ചേച്ചി കിടന്നില്ലേ? നല്ല മൂഡിലെല്ലാം തോന്നുന്നു. ഞാൻ ഏത് മൂഡിലായ നിനക്കെന്താ? നീ നിന്റെ കാര്യം നോക്കാനൊക്കെ. ഞാൻ കുറെ നാളുകൊണ്ട് എന്റെ കാര്യം തന്നെയാ നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. അല്ലാതെ ഇതുപോലെ രാത്രി നേരത്ത് സമാധാനം കണ്ടെത്തേണ്ട കാര്യം എനിക്കില്ല. ചേച്ചിയുടെയും സമാധാന ഇല്ലായ്മയുടെയും ദേഷ്യത്തിന്റെയൊക്കെ കാരണം എനിക്ക് നന്നായിട്ട് അറിയാം. സ്വന്തം കാമുകൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോകുന്ന എന്റെ ഫ്രസ്ട്രേഷൻ. അല്ലെങ്കിൽ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചവൻ തന്റെ മുന്നിൽ വെച്ച് മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുകയും തൊടുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോ ഒരു സംശയരോഗിയായ പെണ്ണിന് തോന്നുന്ന നിലവാരം കുറഞ്ഞ അസൂയ. മരുന്നില്ലാത്ത അസൂയ ഇനിയും ചേച്ചി മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ട് സ്വയം ഉരുകി തീരാന്നല്ലാതെ മറ്റൊന്നിനും പ്രയോജനമില്ലാന്ന് എന്നെക്കാളും വയസ്സോ അനുഭവം ഉള്ള ചേച്ചിക്ക് ഞാൻ പറഞ്ഞു തരണോ? നീ എന്നെ ഉപദേശം നേരെയാക്കാൻ വന്നതാണോ ഈ രാത്രിയില്? അതോ എന്നെ നേരെയാക്കണമെന്ന് പറഞ്ഞ് അർച്ചനയുടെ അച്ചാരവും വാങ്ങി വന്നിരിക്കുകയാണോ? നീ പറഞ്ഞതിൽ ഇതിലേതാണെങ്കിലും നടക്കില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അറിയില്ല. ചേച്ചിക്ക് അറിയാത്തതാ. ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യം നോക്കാൻ അറിയാമായിരുന്നെങ്കിലേ ധനുഷിന്റെ കാര്യം ഓർത്ത് ബാക്കിയുള്ളവരെയും വെറുപ്പിച്ച് ഇപ്പൊ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. ചേച്ചി സ്വന്തം കാര്യം നോക്കുന്നെങ്കിൽ അത് നന്ദേട്ടനൊപ്പം നല്ലൊരു ജീവിതം ജീവിച്ചോണ്ടായിരിക്കണം. അല്ലാതെ നന്ദേട്ടന്റെ കൂടെ ജീവിക്കേണ്ടത് മറ്റൊരാളെ സ്വപ്നം കണ്ടുകൊണ്ടല്ല. ഇനിയും വൈകിട്ടില്ല ചേച്ചി, ഇനിയും അവസരമുണ്ട്. പോയ വഴി കൂടി തന്നെ ചേച്ചിക്ക് തിരിച്ചു വരാം. ആ തിരിച്ചുവരവ് ആഗ്രഹിച്ച് കുറെ പേരിവിടെ ഉണ്ട്. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, പിന്നീട് എപ്പോഴോ ഉണ്ടാകാൻ പോകുന്ന ആ തിരിച്ചറിവ് ഇപ്പോഴേ ആയിക്കൂടെ? നന്ദേട്ടനുമൊത്ത് നല്ലൊരു ജീവിതം ഇനിയുള്ള കാലം ജീവിച്ചു തീർത്തൂടെ ചേച്ചിക്ക്? നിർത്തടി. നിന്നോട് നിർത്താൻ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. നിനക്ക് എന്തിന്റെ കുഴപ്പാ? നീ എന്താ എന്നെ ശരിയും തെറ്റും പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? നന്ദനോടൊപ്പം പുതിയൊരു ജീവിതം പോലും. അതിനെ എന്റെ പേര് അവന്തിക എന്നാ. അവന്റെ ഒപ്പം ജീവിച്ച് ഞാൻ മറ്റൊരു പുരുഷനെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവനോടൊപ്പം അത് നേടാനും എനിക്കറിയാം. നീ ചെന്നേ അർച്ചനയ്ക്ക് കൂട്ടിരിക്ക പോ. എന്റെ ദേഷ്യവും വിഷമവും ഒന്നും നീ കണക്കിലെടുക്കണ്ട. ഇനി നിന്റെ ആവശ്യം അവന്തികയ്ക്കല്ല, അർച്ചനയ്ക്കാ. തകർച്ചയുണ്ടാവാൻ പോകുന്നതേ അവക്കാ. കാരണം നിവർത്തി കെട്ട് നിൽക്കുമ്പോ
ഞാനെടുത്ത് പ്രയോഗിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ആയുധം ഞാൻ ഉടനെ വിളിച്ചു പറയും. അർച്ചന അമ്മയാവില്ല എന്നുള്ള സത്യം. എന്റെ ആ വാക്കുകൾ മതി അർച്ചന എന്നേക്കുമായി അവന്തികയുടെ മുമ്പിലേക്ക് വരാതിരിക്കാൻ. അതാ ഞാൻ പറഞ്ഞത് നിന്റെ ആവശ്യം അവിടെയാണെന്ന്. അതറിഞ്ഞു കഴിയുമ്പോ ഒരിക്കലും ആശ്വാസം കിട്ടാത്ത അർച്ചനയ്ക്ക് നിന്റെ ആശ്വാസവാക്കുകളുണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ. അമ്മയാവാൻ കാത്തിരിക്കുന്ന അർച്ചനയുടെ ആ കാത്തിരിപ്പ് തീരുന്ന ദിവസമാണ് ഇനി നിന്റെ ചേച്ചിയെ നീ പൂർണ്ണ സന്തോഷവതിയെ കാണാൻ പോകുന്നത്. സച്ചി അച്ഛനാവില്ല എന്നറിയുമ്പോഴുള്ള ആ ഒരു പെടപ്പുണ്ടല്ലോ, അതെനിക്ക് നേരിട്ട് കാണണം. ഒരു കുഞ്ഞ് എന്ന സ്വപ്നത്തിൽ നിന്ന് അതിൽ വാ നമുക്ക് അകത്ത് പോകാം. അർച്ചനെ, എനിക്ക് നിന്നോടൊപ്പം സംസാരിക്കാനുണ്ട്. സംസാരിച്ചോളൂ, അല്പമാക്കണ്ട. വിശദമായിട്ട് എന്നെ സംസാരിച്ചോ. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനും എന്റെ വഴികളും വ്യത്യസ്തമാണെന്ന്. ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ? ആ വഴികളിൽ തടസ്സമായിട്ട് നിന്നിട്ടുള്ളപ്പോഴൊക്കെ നിന്നെ ഞാൻ വിരട്ടിയിട്ടുണ്ട്. ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടുമുണ്ട്. പിന്നെന്താ ഇപ്പൊ പ്രശ്നം? ഒഴിഞ്ഞു മാറിപ്പോവാൻ സ്ഥലം കിട്ടുന്നില്ല ഇപ്പോ? ഇനി ഒഴിഞ്ഞു മാറിപ്പോവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ മറ്റൊന്നും വിചാരിക്കരുത്. നിങ്ങൾ പറയുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. പറയാനുള്ള കാര്യം മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായിട്ടൊന്ന് പറയാമോ? അതിന് കൂടുതൽ പറയാനൊന്നുമില്ല. ഇന്നലെ നീ കാണിച്ചതുപോലുള്ള ചീപ്പ് ഷോ നിർത്തണം. ഇന്നലത്തെ നിന്റെ ഫോട്ടോഷൂട്ട് പരിപാടി ഇനി എന്റെ മുമ്പിൽ കാണിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. ഓ, അതാണോ കാര്യം? അതിന് ഞാൻ എന്ത് കാണിച്ചെന്ന്? ധനുഷിന്റെ സ്നേഹയുടെയും വിവാഹത്തിന്റെ ഫോട്ടോഷൂട്ടില് ഞാൻ എന്റേതായ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അത്രയല്ലേ ഉള്ളൂ. അല്ല, അതിനിപ്പോ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്റെ പ്രശ്നം തൽക്കാലം നീ അറിയണ്ട. ഞാൻ പറയുന്ന നീ അങ്ങ് അനുസരിച്ചാ മതി. പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.